അങ്ങനെ അവസാനം രാജ്യം വിട്ടു പോകേണ്ട ഒരു ഗതികേടാണ് നെതന്യാഹുവിന് ഉള്ളത് എന്നാണ് ഈ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരത്തെ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഓടിപ്പോവുകയാണ്. ആയത്തുള്ള ഖാംനഈ എന്തായി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നെതന്യാഹുവിന് രാജ്യം വിടേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വാർത്തയാണ് ഈ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എന്താണ്, ആരാണ് ഇത് ഓടിപ്പോകുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു വിമാനത്തിൽ പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. ആരായിരിക്കും അത് എന്നതിന് ഒരു ഉത്തരമായി പറയുന്നത് നെതന്യാഹുവും അവൻ്റെ കൂട്ടാളികളും. അത്രമേൽ ജൂതപ്പടക്ക് പേടിയുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അയൺ ഡോമും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വർക്കാവുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ മിസൈലിന് അതൊന്നും ഒരു പുല്ലുവിലയായിട്ടാണ് കാണുന്നത്. ഹൈഫ തുറമുഖം നാമാവിശേഷമാകുന്നു എന്നതും കൂടി ഇതിൻ്റെ കൂടെ വായിക്കേണ്ടതാണ്. കാരണം ഈ അയൺ ഡോമും അതുപോലെ തന്നെ താഡ് സംവിധാനങ്ങളും നാരോ 3 സിസ്റ്റങ്ങളും ഒക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു, അഥവാ ഈ ഇറാൻ്റെ മിസൈലുകളെ തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു, വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഇറാൻ നേരത്തെ തന്നെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു, നിങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഞങ്ങളുടെ മിസൈലിന് ഒരു വിലയുണ്ടാവില്ല, ഗൗനിക്കില്ല എന്നുള്ളത്. അത് അതുപോലെ സംഭവിച്ചു. ഹൈഫ തുറമുഖം നിന്ന് കത്തുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയാണെന്ന് പറയപ്പെടുന്നു ആ രാജ്യം വിട്ടു പോവുകയാണ്. എവിടത്തേക്കാണ് പോകുന്നത് എന്ന വാർത്ത സ്ഥിരീകരണം വന്നിട്ടില്ല. എന്താണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രൂപത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം വർക്കൗട്ടാകുന്ന ഒരു വിമാനത്തിലാണ് ഈ ഒരു പുറത്തു പോക്ക് നടക്കുന്നത്. അപ്പോൾ അതിൽ ആരായിരിക്കും പോവുക എന്നത് നമുക്കറിയാം. പണ്ട് 2025 ഗ്രീസിലേക്കും സൈപ്രസിലേക്കും ഓടി ഒളിച്ചൊരു വിദ്വാനുണ്ട്. എല്ലാത്തിനും തിരികൊളുത്ത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കൊലക്ക് കൊടുത്തിട്ട് ഇദ്ദേഹം മാത്രം നാട് വിട്ടു പോകുന്ന ഒരു പേടിത്തൊണ്ണൻ അദ്ദേഹം യാത്രയായിരിക്കുന്നു എന്നൊക്കെ ഒരു ബൂമറാങ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ പിക്ചറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊത്തത്തിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ആദ്യ സ്റ്റെപ്പ് ഇറാൻ ജയിച്ചിരിക്കുന്നു. കാരണം മസൂദ് പെഷസ്ക്യാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ കൊന്നിട്ടില്ല, കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഒന്നാമത്തെ പരാജയം സംഭവിച്ചു. പരാജയങ്ങളുടെ പരമ്പരയിൽ ലാസ്റ്റ് ഒരു പരാജയം ഇസ്രായേലിന് ഇന്ന് തന്നെ ഉണ്ടായി. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പാളിപ്പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലി ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ കഠിനമായ ഒരു രാത്രിയാണ് വരാനിരിക്കുന്നത് എന്ന് ഇറാൻ്റെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ടൊരു അരക്ഷിതാവസ്ഥ ഇറാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇസ്രായേലിനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവനിൽ കൊതിയുള്ളവരാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജീവിച്ചല്ലോ എന്നുള്ള ഒരു അവസ്ഥാവിശേഷം ഉള്ളതാണ്. അതുകൊണ്ട് രണ്ട് മൈൻഡ് സെറ്റാണ്. എങ്ങോട്ട് ഓടുമെന്ന് നോക്കുമ്പം ഇറാനികൾ എങ്ങോട്ട് ഓടാതെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന, ഇവർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ള യാതൊരു പിടുത്തവും ഇല്ലാത്തതുകൊണ്ട് ഓടി ഒളിക്കുകയാണ് എലികളെപ്പോലെ. അപ്പം മൊത്തത്തിൽ ആകെ ആശങ്കപ്പെടുത്തുന്ന ഒരു ദിനരാത്രങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്നാൽ ഈ മേഖലകളാകെ ചുട്ടരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് എന്ന ഒരു വാക്കുകൂടി വരുന്നുണ്ട്. ഈ ഇറാൻ്റെ ഭാഗമായിട്ട് ഇറാനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇസ്രായേലി സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യത്തിനും ഇനിയും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ ദുബൈ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ തുടങ്ങിയ, ഒമാനിലേക്ക് അത്ര കണ്ടിട്ടൊന്നും കണ്ടതായി കേൾക്കുന്നില്ല. എന്തായാലും ജോർദാൻ ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് ഇറാൻ ഇതിനോടകം മിസൈൽ വർഷം നടത്തുകയും അവിടെ കാര്യമായ പരിക്ക് പറ്റുകയും ചെയ്തു. അൽ ഉദൈദ് വിമാനത്താവളത്തിലുള്ള 5000 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവർ അല്ലെങ്കിൽ ഒരു റഡാർ സംവിധാനം അയൺ ഡോമിനും അതുപോലെ തന്നെ താഡ് സംവിധാനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിഗ്നൽ സെൻറ്ററിനെ ഇന്നത്തെ യുദ്ധത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ഇറാൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന വാർത്ത സ്ഥിരീകരണമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അറ്റാക്ക് വലിയ വിജയം തന്നെയാണ് ഏതർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയൊരു അറ്റാക്ക് നടന്നിട്ടുള്ളത് അൽ ഉദൈദിലാണ്. അൽ ഉദൈദിൽ വളരെ വലിയ രൂപത്തിലുള്ള അറ്റാക്ക് നടത്തിയതിന് ശേഷം അതിന് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. 5000 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് വരെ കവറേജുള്ള റഡാറിന് ഇവിടെ വലിയ രൂപത്തിൽ അപകടപ്പെടുത്താനും നശിപ്പിച്ച് കളയാനും ഇറാന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടനേകം മേഖലകളിൽ ഈ അമേരിക്കയുടെ അസറ്റുകൾ നശിപ്പിക്കാൻ ഇറാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഇപ്പം വലിയ കോളിളക്കങ്ങളും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണുള്ളത്. ഇനി മണിക്കൂറുകൾക്ക് ശേഷം മിഡ് നൈറ്റിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണോ സംഭവിക്കുന്നത് ആ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാം. ഏതായാലും നല്ല വാർത്ത വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതിനായി പ്രാർത്ഥിക്കാം നമുക്ക്.